എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ സരയുടെ അടുത്ത് വരികയാണ് ശാരി. ശാരി അറിഞ്ഞ കാര്യങ്ങളെല്ലാം സരയുനോട് പറയണമല്ലോ. അപ്പം രാഹുലേട്ടനും അതുപോലെ രൂപയും കൂടി ഫോണിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം സരയുനോട് പറയുമ്പം സരയുന് ഭയങ്കര സന്തോഷമായി. അമ്മ പറയുന്നത് സത്യം തന്നെയാണോ? അച്ഛനും രൂപാന്റെയും ചേർന്നിട്ടുള്ള കളി തന്നെയാണോ ഇത് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും സരയുന്റെ മനസ്സ് നിറയാണ്. അപ്പൊ ശാരി പറയുന്നുണ്ട്, ആ മോളെ, ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് നിന്റെ അച്ഛൻ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് എന്നാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നിന്റെ അച്ഛൻ ചില കാര്യങ്ങളിലൊക്കെ ഇച്ചിരി ബുദ്ധി സാമർഥ്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ രൂപയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും സേനനുമായിട്ട് ഇങ്ങനെയുള്ളൊരു നീക്കം ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചത്. ഇനിയിപ്പതേ നീ നോക്കിക്കോ, സേനനെ തട്ടാനുള്ള കാര്യങ്ങൾ അത് നിന്റെ അച്ഛൻ രൂപയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് നമുക്കിനി ടെൻഷൻ ഇല്ല. മോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ സ്വത്തുക്കളെല്ലാം എൻ്റെ മോളുടെ കൈവശം തന്നെ വന്നു ചേരും. പിന്നെ നീ ഒരു കാര്യം ചെയ്യണം. അതിനെല്ലാം മുന്നോടിയായിട്ട് നീ രൂപയെ അങ്ങ് സ്നേഹിക്കണം, സ്നേഹിച്ച് കൊല്ലണം എന്നുള്ള കാര്യമൊക്കെ ശാരി സരയുനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ സരയുവാണെങ്കിലോ, അഭിനയിക്കാൻ നമ്മുടെ സരയുവിനെ കഴിഞ്ഞ് മറ്റാരും ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവളാണെങ്കിലും ആ കാര്യം എന്നോട് പ്രത്യേകം പറയണോ അമ്മേ, ഞാൻ വേണ്ട രീതിയിൽ തന്നെ ആന്റിയെ വളച്ച് കയ്യിലാക്കിക്കോളാം. പിന്നെ അതുമല്ല, എൻ്റെ മനുവേട്ടനാണെങ്കിലും ആന്റിയെ വലിയ താല്പര്യമൊക്കെയാണ്. അതുകൊണ്ട് ആ കാര്യം അമ്മ ഓർത്ത് പേടിക്കണ്ടെന്ന് പറയുകയാണ്. അപ്പം ഇനി എന്തായാലും നമുക്ക് രൂപയുടെ അഭിനയങ്ങളെല്ലാം കാണാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവർ തങ്ങളിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് രൂപയാണ്. അപ്പൊ രൂപയാണെങ്കിൽ കല്യാണിയുടെ അടുത്ത് പോയിട്ട് കല്യാണിയുടെ കാര്യങ്ങളൊക്കെ പറയാണ്. അല്ല മോളെ, എൻ്റെ ആങ്ങള ആ മഹാഭാവി ആശുപത്രിയിലാണ്. എന്നാൽ കൂടി അവനെ കാണാൻ ചെന്നില്ലെങ്കിൽ ഇനി അവൻ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാലോ? അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. എന്തായാലും അമ്മ നാളെ തന്നെ രാഹുലങ്കിളിന്റെ അടുത്തൊന്ന് ചെല്ല്. അങ്ങനെ പോയിന്ന് തിരക്കിയില്ല എന്ന് വേണ്ടല്ലോ. അതുമാത്രമല്ല, രാഹുലും പറഞ്ഞതനുസരിച്ചാണ് ഇപ്പൊ നമ്മുടെ രൂപ സേനനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ കാര്യത്തിൽ ഒരു സംശയവും തോന്നാതെ ഇരിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് കല്യാണിയും രൂപയെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ അമ്മയും മോളും കൂടി സംസാരിക്കുമ്പോൾ, മോളെ, അവൻ ഇങ്ങനെയൊന്നും അല്ല നരകിക്കേണ്ടത്. അതുക്കും മേലെ എന്തെങ്കിലുമൊക്കെ വരാനുണ്ടോ അതെല്ലാം അവന് സംഭവിക്കേണ്ടത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രൂപ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം കല്യാണി പറയുന്നുണ്ട്, അമ്മേ, നമ്മുടെ സോണിയുടെ വിവാഹം നടക്കുന്ന സമയം, ആ സമയത്ത് പോലും എത്രമാത്രം ക്രൂരതയാണ് അയാൾ കാണിച്ചു കൂട്ടിയത്. എന്നിട്ട് അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? അത് എൻ്റെ അച്ഛൻ ചെയ്ത കാര്യമാണെന്ന്. ശരി തന്നെയാണ്, വിക്രത്തിനെ പോലെ തന്നെ എൻ്റെ അച്ഛനും ദുഷ്ടൻ തന്നെയാണ്. പക്ഷേ അയാൾക്ക് ഇതിലൊരു പങ്കും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാലോ. രാഹുലങ്കിളുടെ ഗുണ്ടകളാണ് കിരണേട്ടനെയും അതുപോലെ നമ്മുടെ കുഞ്ഞു മോളെയും ഒക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം കിരണേട്ടൻ പറഞ്ഞു നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് അമ്മ ഒന്ന് കരുതി തന്നെ വേണം ആശുപത്രിയിലേക്ക് പോവാൻ. അയാളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് കല്യാണി ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. മോളോട് പറയുന്നുണ്ട്, മോളെ, അവൻ്റെ സകല നീക്കങ്ങളും എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. പിന്നെ അവൻ്റെ അടുത്ത് ചെല്ലുമ്പം ഈ അമ്മയല്ലാത്ത രീതിയിലായിരിക്കും അഭിനയിച്ച് തകർക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രൂപത ആശുപത്രിയിലേക്ക് പോവുക. അപ്പം ബഗാസുരനാണെങ്കിലോ നമ്മുടെ മനോഹറിന്റെ തട്ടൊക്കെ കൊണ്ട് വളരെ വിഷമിച്ച് കിടക്കുകയാണ്. കാലിലാണെങ്കിൽ നീളത്തിലൊരു ചങ്ങലയും ഒക്കെ ഇട്ട് പുള്ളിക്കാരനെ മൊത്തത്തിൽ ലോക്കാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ആശാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ പെങ്ങളെ കാണുന്ന സമയത്ത്, ആ രൂപയടി നീ വന്നോ, നിന്നെ കാണാനിരിക്കുമായിരുന്നു, എന്തായാലും നീ കണ്ടില്ലേ നിന്റെ രാഹുലേട്ടന്റെ അവസ്ഥ എന്നൊക്കെ പറയുമ്പം രൂപയാണെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ്. എൻ്റെ ഏട്ടന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ. എടി മോളെ, ഇതിനെല്ലാം കാരണക്കാരൻ ആ മനോഹറാണ്. അവൻ ഒരുത്തനാണ് എന്നെ ഇന്ന് ഈ അവസ്ഥയിലാക്കി ഇവിടെ കിടത്തിയിരിക്കുന്നത്. എൻ്റെ ഭാര്യയും മകളും പോലും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഏട്ടന് പറയാനുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മോള് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയേട്ടൻ കളിക്കുകയാണ് രാഹുല്. പക്ഷേ രാഹുലിന്റെ ഉള്ളിലിരിപ്പ് എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കിയാണ് ഈ കുഞ്ഞി പെങ്ങള് ഇവിടെ വന്ന് അഭിനയിക്കുന്നതെന്ന് രാഹുലിന് അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ രാഹുൽ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അതിനെല്ലാം ചെവി കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ രൂപ അഭിനയിക്കുകയാണ്. അതെ, എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്തായി എന്ന് ചോദിക്കുമ്പം ഏട്ടൻ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുകയാണ് രൂപ. എടി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സേനനെയും കൂട്ടി പുറത്തു പോകുന്ന കാര്യം, അതെന്തായെന്നാ ഞാൻ ചോദിച്ചത്. അതോ,
അത് ഏട്ടാ പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും പോവാൻ പറ്റില്ലല്ലോ. അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അല്ലേലേ ഏട്ടൻ പറഞ്ഞത് കാരണമാണ് ഞാൻ ആ ദുഷ്ടന്റെ കൂടെ താമസിക്കുന്നത്. എനിക്ക് ഒട്ടും മനസ്സില്ല ഏട്ടാ. എനിക്ക് പല സമയത്തും താരയുടെ ആ ഒരു വൃത്തികെട്ട മുഖം അതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ താരയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ബഗാസുരനും ഒന്ന് കയറി കൊണ്ടു. താര തൻ്റെ കുഞ്ഞിന്റെ അമ്മയാണല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പൊ താരയെ ഇതിനിടയിലേക്ക് വലിച്ചിടുന്നത്? അതെ, താരയും ഇവനും കൂടി ആണല്ലോ എന്നോട് ആ ഒരു ക്രൂരത ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്റെ മനസ്സിലുണ്ട് ഏട്ടാ. മരിച്ചാലും അതെന്റെ മനസ്സിൽ നിന്ന് മാറില്ല എന്നും പറഞ്ഞ് രൂപ ഇങ്ങനെ വല്യേട്ടന്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കിനും രാഹുല് പറയാണ്, അതെ ഇനി എത്ര വന്നാലും അധിക സമയം നമ്മുടെ പക്കലില്ല. അവന്റെ കാര്യത്തിന് ഒരു തീരുമാനമാക്കണം. അല്ലെങ്കിൽ അറിയാലോ, നിനക്ക് നിന്റെ മക്കളെയും നഷ്ടപ്പെടും. അവസാനം നീ തനിയായി പോകും. ഈ ഏട്ടൻ ഈ അവസ്ഥയിലാണ്. അതുകൊണ്ട് നിന്നെ ഇനി ചേർത്ത് നിർത്താൻ നിന്റെ അടുത്ത് മറ്റാരും ഉണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അപ്പം ഏട്ടൻ പറയുന്നത് പോലെ തന്നെ ഞാൻ അനുസരിച്ചോളാന്ന് പറയാ. അല്ല ഏട്ടാ, ഇപ്പം ആശുപത്രി കിടന്നിട്ട് എങ്ങനെയുണ്ട്? ഏട്ടന്റെ ടെൻഷനൊക്കെ കുറഞ്ഞോന്ന് ചോദിക്കുമ്പം, എടി ശരിക്ക് പറഞ്ഞാൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവര് തരുന്ന ഗുളികകൾ പോലും പലപ്പോഴും ഞാൻ കഴിക്കാറേ ഇല്ല. അതെല്ലാം ഞാൻ തുപ്പിക്കളയാണെന്ന് പറയുമ്പം നമ്മുടെ രൂപ മനസ്സിൽ കരുതുക, ആഹാ തുപ്പിക്കളയാണല്ലേ, അപ്പം ഡോക്ടറിനോട് പറയണം. പറഞ്ഞിട്ട് നിനക്ക് ഇനി ഇഞ്ചക്ഷൻ ആക്കണം എന്നുള്ള കാര്യം ഇവളിങ്ങനെ മനസ്സിൽ ആലോചിക്കുക. അപ്പം ഉടനെ തന്നെ നമ്മുടെ ബഗാസുരൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ രൂപ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ, ഏട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടല്ലോ, അതിന്റെ ഒരു സങ്കടമൊക്കെയാണ് എനിക്കുള്ളത്. എന്തായാലും ഏട്ടന്റെ വയ്യായ്കയൊക്കെ മാറട്ടെ. അല്ല ശാരിയും സരയും ഒക്കെ എവിടെയെന്ന് ചോദിക്കുമ്പം അവരങ്ങോട്ട് വരിക കേട്ടോ. അപ്പൊ ഇവര് വന്ന പാടെ തന്നെ നമ്മുടെ സരയു ആണെങ്കിലോ പൊന്ന് നമ്മുടെ ആന്റി അങ്ങ് സ്നേഹം കൊണ്ട് പൊതിയാണ്. അപ്പം ആന്റി വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും എൻ്റെ അച്ഛന് വയ്യെന്ന് അറിഞ്ഞപ്പം ആന്റി ഓടി എത്തിയല്ലോ. മോളെ, നിന്റെ അച്ഛന് വയ്യെങ്കിൽ അവിടെ വരേണ്ട ഉത്തരവാദിത്വവും കടമയും ഒക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് ആന്റി വന്നത് എന്നൊക്കെ പറഞ്ഞു വലിയ സ്നേഹത്തില് സരയുന്റെ അടുത്ത് സംസാരിക്കുമ്പം നമ്മുടെ രൂപ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, നീയൊക്കെ ചെയ്തു കൂട്ടിയത് നല്ല കാര്യം തന്നെയാണ്. നിന്നെയൊക്കെ കൊണ്ട് തന്നെ നിന്റെ അച്ഛനെ ഭ്രാന്തനാക്കുന്ന കാര്യം ബാക്കി ഞാൻ ഏറ്റു എന്നും പറഞ്ഞ്, എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഏട്ടന്റെ അടുത്ത് നിൽക്കൂ കേട്ടോ, ഞാൻ പോയി ഡോക്ടറിനോട് സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് രൂപ ഡോക്ടറെ കാണാൻ ചെല്ലുകയാണ്. അപ്പൊ ഈ സമയത്ത് ഡോക്ടർ ആണെങ്കിലും അത് അതിലും വലിയൊരു വട്ടനാണ്. അങ്ങനെ പുള്ളിക്കാരൻ സംസാരിക്കുകയാണ്, ആരാ മനസ്സിലായില്ലല്ലോ സാറേ, ഞാൻ രാഹുലിന്റെ കൂടെ ഉള്ളതാണ്, രാഹുലിന്റെ അനുജത്തിയാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ, എൻ്റെ പൊന്നു മാഡം, നിങ്ങളുടെ ചേട്ടൻ എന്ത് പ്രശ്നക്കാരനാണ്, അയാൾ എന്ത് വയലന്റ് ആയിരുന്നു എന്ന് അറിയാവോ? വന്ന ദിവസം തന്നെ മരുമകന്റെ കഴുത്തിന് കയറി പിടിച്ചു. എന്നിട്ട് പിന്നെ എനിക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വന്നു. പിന്നെ ആ പയ്യൻ അത്യാവശ്യം നല്ലൊരു പയ്യൻ തന്നെയാണല്ലോ. അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതുകൊണ്ട് ആ രീതിയിലെല്ലാം എനിക്ക് ചികിത്സിക്കാൻ സാധിച്ചു. ഡോക്ടറെ, എന്തായാലും എൻ്റെ ഏട്ടന്റെ അസുഖമൊക്കെ മാറിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഇവിടുന്ന് വിട്ടാൽ മതി കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോക്ക് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ഏട്ടൻ ചില സമയങ്ങളിൽ വയലന്റ് ആവുന്നുണ്ട്. ഇപ്പോഴാണെങ്കിലും ഏട്ടന്റെ കൂടെ നിൽക്കുന്ന മോളുണ്ടല്ലോ, അവള് പ്രഗ്നന്റും കൂടിയാണ്. അതുകൊണ്ട് ഡോക്ടറെ കാര്യങ്ങളെല്ലാം വേണ്ട വിധം ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയുമ്പം ഡോക്ടർ എല്ലാം നല്ല പക്കായായിട്ട് ചെയ്തേക്കാമെന്ന് പറയുകയാണ്. അപ്പം രാഹുലിന്റെ കാര്യത്തിൽ രൂപയും കൂടി ഇടപെട്ട് അതൊരു നല്ലൊന്നാതൊരു പണി തന്നെയാണ് നമ്മുടെ രാഹുലിനിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പം രാഹുൽ എന്തെങ്കിലും ഒരു കാരണം വെച്ചാൽ വയലന്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ളതാണല്ലോ. അപ്പൊ ഈ സമയത്ത് ശാരിയോട് പറയുന്നുണ്ട് രാഹുല്, അതെ ശാരി, എടി എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല. എൻ്റെ മനുഷ്യ, നിങ്ങൾക്ക് മനസ്സിന് ടെൻഷൻ ഉണ്ട് എന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ എന്തിനാ ഇല്ലാത്തതുപോലെയൊക്കെ അഭിനയിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്ക്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ഡോക്ടറെ കണ്ട് ഞാൻ സംസാരിക്കാം. പക്ഷെ അതുവരെ നിങ്ങളൊന്ന് അടങ്ങിക്കിടക്കണം, ഒന്ന് സഹകരിക്കണം. കുറച്ചൊരു ആശ്വാസമായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളെ ആശ്വസിപ്പിക്കുമ്പം ഇവളും മകളും ആരും തന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തയിലാണ് രാഹുൽ അവിടെ കിടക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ രൂപയെ വളച്ച് കുപ്പിയിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം സരയും ശാരിയും കൂടെ പ്ലാൻ ചെയ്യുമ്പം രൂപയാണെങ്കിലോ ഇതുങ്ങളെ എല്ലാത്തിനെയും കൂടി പൂട്ടാനുള്ള ഒരു ആയുധമൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നല്ല എപ്പിസോഡ് തന്നെയാട്ടോ നാളെ വരുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്